ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ. ഇവിടെയല്ല ജീപ്പ് കഴുകുന്നത്. അയ്യോ, എന്റെ ജീപ്പ് ഒരു പെണ്ണ. ഈ സുന്ദരിക്ക് ഇവിടെ കുളിക്കുന്ന ഇഷ്ടം. ആ, നീ വണ്ടി കഴിയടാ മോനെ. നിന്നെ കൊണ്ട് ഞാൻ ജീപ്പ് കഴിക്കാമടാ. അങ്ങനെ ചൂടായാലോ. എന്തൊരു മനുഷ്യനാപ്പാ. വായാടി. ഇന്നും പതിവ് പോലെ കുറച്ച് കുരുമുളക് കൊണ്ടുവരും. ഇനി ഇതുപോലെ ബിസിനസിനെ കൂടുതൽ കാശ് തരണം. അതെങ്ങനെയാ കുട്ടപ്പ? അതങ്ങനെയാ. ശരി, കൂടുതൽ നേരം ഇനി ഇറങ്ങി വാ, പറയട്ടെ. അപ്പൊ കൃത്യസമയത്ത് വണ്ടി കൊണ്ട് അവിടെ എത്തുമല്ലോ. ഏറ്റല്ലോ. എത്ര പണം കൊടുത്താലെന്താ, കുട്ടപ്പൻ പറഞ്ഞ പണി കൃത്യമായിട്ട് അവൻ ചെയ്യും. അതെ അതെ, അവൻ മണ്ടനാണെങ്കിലും വളരെ കൃത്യനിഷ്ഠയുള്ളവനാണ്. എനിക്ക് കഴിയടാ. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. കുട്ടപ്പ, വണ്ടി എടുക്ക്. ആരാത്? നീ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. നടക്കട. ഇവനൊക്കെ എസ്റ്റേറ്റിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കുരുമുളക ആ ജീപ്പില് ഞാൻ പിടികൂടിയതാ. എടാ, നീ എന്റെ എസ്റ്റേറ്റിലെ സ്റ്റോർ കീപ്പർ അല്ലേ? അതേ മുതലാളി. എന്റെ ചോറുണ്ടിട്ട് എന്നെ തന്നെ ദ്രോഹിക്കുന്നു അല്ലേ? ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ കടന്നു കളഞ്ഞു. കുഞ്ഞെ, നീ? ഞാൻ ആ ജീപ്പിന്റെ ഡ്രൈവറാണ്. പേര് സോമൻ. അന്ന് മലയോരത്ത് വെച്ച് എന്നെ രക്ഷിച്ചത് നീയല്ലേ? അതെ. എന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ സമയം തരാതെ നീ പോയി കളഞ്ഞല്ലോ. നന്ദിക്കും പ്രതിഫലത്തിനും വേണ്ടി അല്ല ഞാനത് ചെയ്തത്. ആപത്തിൽ ഞാൻ ആരെയും സഹായിക്കും. അതുപോലെ തന്നെ പോക്രിത്തരം കാണിച്ചാൽ എന്റെ ചോര തിളയ്ക്കുകയും ചെയ്യും. മിടുക്കൻ, മിടുമിടുക്കൻ. എടാ ഏഭ്യ, എന്തോ? ഇപ്പൊ തന്നെ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, എന്റെ പൊന്നു മുതലാളി, എനിക്ക് മാപ്പ് തരണം. എഴുതിക്കടാ. ഇന്ന് മുതൽ നീ എന്റെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യണ്ട. എസ്റ്റേറ്റ് ഓഫീസിൽ പോയി കണക്കെടുത്തിട്ട് പോയിക്കോ. ജീപ്പിലുള്ള സാധനങ്ങൾ എവിടെ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. അന്ന് പോയതുപോലെ ഇന്ന് സോമനെ പോവാൻ ഞാൻ അനുവദിക്കില്ല. ശ്രീധര, ശ്രീധര, ശ്രീധര. ഇതുവരെ വന്നില്ല. എന്നാടി നിന്റെ ഭർത്താവ് നേരത്തെ വീട്ടിൽ വന്നിട്ടുള്ളത്? ആ, ഇത് എന്റെ ജീവൻ രക്ഷിച്ച സോമൻ. ഇതെന്റെ മകൾ സാവിത്രി. നമസ്കാരം. നമസ്കാരം. സോമ, ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്കൊരു മനസ്സമാധാനമില്ല. എന്റെ എസ്റ്റേറ്റിലെ മിക്കവാറും തൊഴിലാളികൾ കള്ളന്മാരാണ്. എനിക്ക് പോണം. 2 ദിവസമെങ്കിലും ഇവിടെ താമസിക്കാതെ സോമനെ ഞാൻ വിടില്ല. നാളെ എനിക്കൊരു ഓട്ടമുണ്ട്. 9 ഓട്ടത്തിന്റെ പണം ഞാൻ തരാം. പണത്തിന്റെ കാര്യമല്ല, പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിന്നെപ്പോലെ ഒരാളെയാണ് എനിക്ക് ആവശ്യം. നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ എസ്റ്റേറ്റിലെ മാനേജറായി നിയമിക്കാം. നിന്റെ മകനൊരു കള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. ഞാൻ കള്ളനല്ല മുതലാളി. എനിക്കിപ്പോഴൊരു ജോലിയുണ്ടല്ലോ. എങ്കിലും ശരി, ഞാൻ ആലോചിച്ച് പറയാം. ശരി. മുതലാളി, നമുക്ക് ഡ്രൈവിങ്ങും വണ്ടിയുടെ പണിയെല്ലാം അറിയാം. അയ്യോ, ഇവിടെ ഉള്ളവർക്കേ ജോലിയില്ല, പിന്നെ എങ്ങനെ വരാനാ? നമ്മള് പഴയ മൊയ്തും അല്ല. ഇപ്പോ ജോലി ചെയ്ത് ജീവിക്കണമെന്നാ ഒരു നിവൃത്തിയുമില്ല. ഓ, എന്തായത്? മിന്നൽ മൊയ്തും ജോലി അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. കിട്ടാപ്പുലി പുല്ലും തിന്നും. അവന് ജോലി വേണം പോലും. പാമ്പ് എത്ര പഴകിയാലും അതിന്റെ വിഷം മാറും.
പതിവാ. വേണ്ട, കൊണ്ടുപോയിക്കോ. ദാ, ദോ. 2 ദോശ കൊണ്ടുവാ. ഓ. അല്ലേ ചട്ടമ്പിക്ക് ഇത്ര മാറ്റം വന്നോ? ശവത്തെ കുത്തല്ലേ വാച്ചുനാരെ, എല്ലാരും നമ്മളെ കാറിത്തുപ്പണ്. ഒരു ജോലിക്ക് വേണ്ടി നമ്മളെ മുനിയാമുഴ അലഞ്ച് ആരും നമുക്ക് തരണില്ല. പക്ഷേങ്കില് വാച്ചുനാരെ, ഒരു കാര്യം തീർച്ച, നമ്മുടെ പഴയ ജീവിതത്തേക്ക് നമ്മൾ മടങ്ങിപ്പോവില്ല. ഭഗവാന്, ഈ നാട്ടിൽ നിന്ന് ഇത്ര നല്ലൊരു വർത്തമാനം കേൾക്കാനായിട്ട് വന്നല്ലോ. അത് മതി. ഈ ദുനിയാവില് നല്ലവനാകാനാണ് പക്ഷിനാരെ പ്രയാസം. മൂന്ന് ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട് മൊയ്തുക്കാന്റെ കൂടെ നടന്നുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ പിച്ചെടുത്ത് ജീവിക്കാൻ പോലും സാധ്യമല്ല. ഇപ്പൊ പച്ചവെള്ളം എനിക്ക് ആരും തരുന്നില്ല മൊയ്തുക്ക, പച്ചവെള്ളം തരുന്നില്ല. ജോലി ചെയ്ത് ജീവിക്കാനാണെങ്കിൽ ഉദയൻ, എന്തോ നീ ദോശ തിന്നോ. മൊയ്തുക്ക, ആ, ജോലിയൊന്നും ആയില്ലല്ലേ? ആ, എല്ലാം ശരിയാവും. ഇതാ ഇത് എന്റെ ജീപ്പിന്റെ കീയ. ഇന്നു മുതൽ മൊയ്തുക്ക ഓടിച്ചോളൂ. എന്താ മടിച്ചു നിൽക്കുന്നത്? ഇത് ഞാൻ വെറുതെ തരുന്നതല്ല. ഈ ജീപ്പ് ഞാനും വാടകയ്ക്ക് എടുത്ത ഓടിക്കിട്ടുന്നതിൽ മൊയ്തുക്കയുടെ ശമ്പളം എടുത്തിട്ട് ബാക്കി ഉടമസ്ഥന് കൊടുത്തേക്കണം. അപ്പോ സോമനോ? എനിക്ക് ജോലി കിട്ടും. കുറുപ്പദ്ദേഹത്തിന്റെ തോട്ടത്തില് ഒരു ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോമ, നീ എത്ര വലിയവനാണ്. വലിയവൻ ദൈവം മാത്രമാണ് മൊയ്തുക്ക, അത് മറക്കാതിരുന്നാ മതി. സോമ, അപ്പോ എനിക്കായി തരാമല്ലോ.